ഏയ് ഇല്ലടാ, ഞാൻ വരുന്നില്ല. കുറച്ചുകൂടെ പണി തീർക്കാനുണ്ട്. നീയാണല്ലേ പുതിയ ഞാൻ. നിങ്ങൾ ഈ പെട്ടെന്ന് പേപ്പർ ഇട്ട് പോകുന്ന ആരറിഞ്ഞു? നമ്മൾ നിൽക്കുന്ന റോങ് സ്പേസിലാണെന്ന് തോന്നിയാ അപ്പൊ വിട്ടേക്കണം, പിന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു മീമാണ് എടാ, മറ്റേ സലീം കുമാർ പുലിവാൽ കല്യാണത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ, മെൻ at 2 AM തിങ്കിങ് അബൌട്ട് ദാറ്റ് വൺ മൊമെന്റ് ചേഞ്ച് ദെയർ ലൈഫ്. എൻ്റെ ക്ലാസ്സിൽ സുറുമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മൊഞ്ചത്തി, ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ഓണം സെലിബ്രേഷൻ്റെ സമയത്ത് മഴയൊക്കെ പെയ്ത് ഞങ്ങൾ മാത്രം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. കലക്ക മൊമെന്റ് ആയിരുന്നു. പക്ഷെ ധൈര്യം വന്നില്ല. അന്ന് അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അച്ഛൻ ഈ നാട്ടുകാരൊക്കെ സഹായിക്കുന്ന ടൈപ്പായിരുന്നു. നാട്ടിൽ കുളം വൃത്തിയാക്കണം, ലൈബ്രറി ക്ലീൻ ചെയ്യണം. ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു വീടിൻ്റെ ഓട് മാറ്റാൻ. അപ്പം നമ്മൾ രണ്ടാളും പോയി കഴിഞ്ഞാൽ പണിക്കാശ് വീട്ടുകാർക്ക് ലാഭിക്കാലോ എന്നാണ് അച്ഛനെ. കേറി, പക്ഷെ ഉത്തരത്തിന് വിചാരിച്ച ബലം ഉണ്ടായിരുന്നില്ല. പിന്നെ പ്ലേസ്മെന്റ് ഇങ്ങോട്ട് വന്നു. വേറൊന്നും ചിന്തിക്കാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഉണ്ടായിരുന്നല്ലോ. ഭഗത് സ്റ്റാലിൻ IAS. നല്ല കനത്തിലാണല്ലോ പേരിട്ടത്. പിന്നെ ആരും വിട്ടില്ല. സുർമിക്ക് ഇപ്പൊ പിള്ളേരുണ്ടാ, അവള് ഹാപ്പിയാ. പക്ഷെ എൻ്റെ കാര്യം നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാമെന്നല്ലേ ഉള്ളൂ. ഹേയ്, എന്ത് ടൈമാണോ പ്രശ്നം? എടാ, ഇത് കുത്തിരുന്ന് പഠിക്കൽ മാത്രമല്ലല്ലോ, ഒരു പ്രോപ്പർ പ്ലാനിങ്ങും കോച്ചിങ്ങും കൂടിയല്ലേ. നീ നമ്മുടെ ഫോർച്യൂൺ IAS അക്കാഡമി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അവർക്കാകുമ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് സ്പെഷ്യൽ ബാച്ച് ക്ലാസ് ഒക്കെ ഉണ്ട്. ശരിയാവൂല. ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞപ്പോൾ അങ്ങനെ. ഞാൻ നിനക്ക് ഒരു അഡ്വൈസും കൂടി തരാം, ഫ്രീ ആയിട്ട്. നീ ഒരു നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, ഏതൊരു പുസ്തകം പോലെ ഇന്നും കടന്നു പോകും. പക്ഷെ അതൊരു യെസ് ആണെങ്കിലും ചരിത്രമാകും. നാളെ ഒരുപാട് പേർക്ക് യെസ് പറയാനുള്ള ഒരു ടൈപ്പ്. ട്രൈ ചെയ്തു.